നിന്നെ പിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID ബുസ പിടികൂടിയിരിക്കുന്നു. യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശിനി നിന്റെ കുപ്പി ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു ഈ 3 പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. എനിക്കിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ്. എന്റെ ഇടവും വല്ല 2 പോലീസുകാരല്ലേ? അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇനിയിപ്പോ എന്താ? വിഴുപ്പലക്കലിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത്. ഇപ്പോ അനുഭവിച്ചോ? അടപ്പത്തിന്റെ ഷമീർ, ഇവരെല്ലാം പ്രതികളാണ്. ഇതിലെ 4ാം പ്രതിയാണ് ഇപ്പോൾ പോലീസിന്. വിഷ്ണു മാറി നിൽക്കണോണ്ട് വേറൊന്നും തോന്നരുത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ആര് ചോദിച്ചാലും അവനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അവന് കൊടുക്കാനുള്ളത് ഇങ്ങ് തന്നാ മതി. ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഈ വീഡിയോ ഹനാൻ ഷായെ പരാമർശിക്കുകയും ഹനാൻ ഷായുമായി തൊപ്പിക്ക് വൈരാഗ്യമുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ഇതേ തുടർന്നാണ് ഒരു കാര്യവുമില്ലാതെ ഹനാൻ ഷായുടെ സുഹൃത്തുക്കളിൽ ഒരാളായ യുവാവിന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു പരാമർശം ഈ വീഡിയോയിൽ വരുന്നത്. പിന്നീട് ആ മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മധുരാക്ഷി. പോലീസ് ഇതിന്റെ അന്വേഷണത്തിലുമായിരുന്നു. 1ാം പ്രതി നിഹാദ് അടക്കം ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇയാൾ വിദേശത്തേക്ക് പോകാനുള്ളൊരു സാധ്യത പോലീസ് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. എന്ത് സെറ്റപ്പ്! ഗൾഫിലേക്ക് എനിക്കൊരു വിസ വന്നിട്ടുണ്ട്. ശിഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും. അവരുടെ കഷ്ടകാലം. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ആൾത്തിരക്കുള്ള വീതിയിലൂടെ അണ്ടർവെയർ വണ്ടി ഓടിക്കാൻ ആരാധാൻ അമേരിക്കൻ സായിപ്പോ? സാധ്യതയുണ്ടെന്നും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. കച്ചവടമായിരുന്നോ? ദേഹവാസകാലം കരിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ തൃശ്ശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചത്. അമേരിക്കയിലെ തൃശ്ശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചതെന്ന്. ഹെൽമെറ്റ് ഒന്ന് എടുക്ക. ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ അഭിമുഖത്തിൽ വന്നിരുന്ന് താൻ അയൽവാസിയുടെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള യുവാവാണ് ഈ മുഹമ്മദ് എന്ന മമ്മു. എന്തായാലും അതിൽ ഒരാളിപ്പോൾ ആളുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും നിഖിൽ, ഏതായാലും സോഷ്യൽ മീഡിയയിൽ അടക്കം വന്ന് കേമത്തരം പോലെ വിളമ്പിയത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള നമുക്ക് പേരങ്ങ് മാറ്റിയാലോ? മൂലം കൂടി തൊട്ട് കളിക്കരുത്, അതിനങ്ങളുടെ തറവാടിന്റെ പേരായിരുന്നു തൊപ്പി. ആ യൂട്യൂബ് എന്തായാലും കഴിഞ്ഞ ദിവസം പൂട്ടി. ഇപ്പോൾ തൊപ്പിക്കായുള്ള അന്വേഷണമാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സംഘത്തിൽപ്പെട്ട മറ്റൊരാളാണ്. കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ? ഇങ്ങോട്ട് പോയി. ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ.